മനുഷ്യരാശിയുടെ അനശ്വര പാരമ്പര്യത്തിൻ്റെ കലാസൃഷ്ടി അഥവാ മാസ്റ്റർ പീസ് ഓഫ് ദി ഓറൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് ഏത് കലാരൂപത്തെയാണ്? ഉത്തരം കൂടിയാട്ടം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. അഭിനയത്തിൻ്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നിങ്ങനെയും കൂടിയാട്ടം അറിയപ്പെടുന്നു. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. കൂടിയാട്ടത്തെക്കുറിച്ചുള്ള ഗുരു മാണി മാധവ ചാക്യാരുടെ കൃതിയാണ് നാട്യകൽപദ്രുമം. കഥകളി, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത് തുടങ്ങിയവ പഠിക്കാനും ഉപരിപഠനത്തിനും സൗകര്യമുള്ള സ്ഥാപനമാണ് തിരുവനന്തപുരത്തെ മാർഗി. കഥകളിയുടെ മൂലരൂപമായ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെയും കേരളീയ കലകളുടെയും പോഷണത്തിനായി മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. കല്ലുവഴി സമ്പ്രദായം, കപ്ലിങ്ങാട് സമ്പ്രദായം, വെട്ടത്ത് സമ്പ്രദായം എന്നിവ കഥകളിയിലെ വിവിധ സമ്പ്രദായങ്ങളാണ്. ടോട്ടൽ തിയേറ്റർ എന്ന് വിദേശികൾ വിശേഷിപ്പിച്ച കലാരൂപം കഥകളിയാണ്. ഹിന്ദു മുസ്ലിം സാംസ്കാരികാംശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസിക്കൽ നൃത്തരൂപം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥക്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ഭരതനാട്യത്തെ പുനരുജ്ജീവിപ്പിച്ച് ഇന്നത്തെ രീതിയിലാക്കിയത് രുക്മിണി ദേവി അരുണ്ടേൽ ആണ്. ദാസിയാട്ടം എന്ന പേരിലും ഭരതനാട്യം അറിയപ്പെടുന്നു. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഭരതനാട്യം. അഭിനയദർപ്പണം ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമത്തിൽ പിറവിയെടുത്ത നൃത്തരൂപമാണ് കുച്ചിപ്പുടി.